പ്രാർത്ഥിച്ച് വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് പുനമസോദി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനുഷ്യനാണല്ലോ ഇത്രയധികം വിഷയങ്ങൾ പറയുന്ന വിട്ടുപോയാലും ആത്മാകിയ സ്തോത്രം ഇതിന് പ്രവർത്തിക്കുക. ഓരോ വിഷയമായ ദൈവത്തെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 7-ാം ദിവസം 7-ാം മാസത്തിൻ്റെ 1-ാം തീയതി സന്ധ്യാസമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപകൾക്കും സാവകാശമായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ നമ്മുടെ ചുറ്റുപാടിൽ ലോകം വിട്ടുപോയി അനേക ലോകാവസ്ഥയിലായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഭാരപ്പെടും. അവിടെ എല്ലാം കർത്താവ് അവയും നമ്മളെല്ലാം വായിച്ചൊഴിപ്പിക്കാതെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു സന്ധ്യാസമയം കൂടി ജീവന്റെ വചനം സ്വർഗത്തിൽ നിന്നേക്കും ജീവന്റെ വചനം കേൾപ്പാൻ നമ്മുടെ കാതുകൾക്ക് കർത്താവ് സൗഭാഗ്യം നൽകിയിരുന്നു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിനുവേണ്ടി കർത്താവ് കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ 9 മണിയുടെ സമയം കർത്താവിനെ സഹായിക്കട്ടെ. അത് നമുക്ക് ഓരോരുത്തരും വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, അവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ചെയ്യട്ടെ. സ്തോത്രം. തുടർന്ന സമയങ്ങൾ പിന്നെ സമയങ്ങൾ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു നമുക്ക് ഒരുമിച്ച് ആവശ്യത്തിനായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന വളരെ ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും പ്രത്യേകം വളരെ അനുഗ്രഹീതമായ രീതിയിൽ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ രാജേഷ് ചെറിയാൻ, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വർഷിപ്പ് വളരെ അനുഗ്രഹീതമായ രീതിയിൽ ചെയ്ത കുടുംബം കടന്നു എല്ലാവർക്കും യേശുക്രിസ്തുനാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കട്ടെ. സ്തോത്രം. ദൈവം നമ്മെ ഇവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നാളുകൾക്ക് ശേഷം കടന്നു വരുവാൻ സർവശക്തനായ ദൈവമേ എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല ഭാഗ്യ പദവിക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. മുഖവരി ഒന്നും പറഞ്ഞ് സമയം കളയാതെ വളരെ വേഗത്തിൽ നമുക്ക് ഒരു വാക്യത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29, 30, 31 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ നന്നായിരിക്കും. യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ. സ്തോത്രം. ആമേൻ. ഞാൻ വായിക്കാം, പ്രയാസമുണ്ടെങ്കിൽ. സ്തോത്ര. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29, 30, 31 വാക്യങ്ങളാണ്. ഇങ്ങനെ വായിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. ഇത് രാത്രിയിൽ കർത്താവെ അങ്ങയെ പാടി സ്തുതിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങ് തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇത് രാത്രിയിൽ അടിയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവമഹത്വം വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അല്പനിമിഷങ്ങൾ അങ്ങയുടെ ശബ്ദത്തിന് മുൻപാകെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് ബലമാകണം, ധൈര്യമാകണം. ഇന്ന് രാത്രിയിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. ബലം കുറഞ്ഞിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി ബലം വർദ്ധിപ്പിക്കുന്ന ഒരു രാത്രിയാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി കർത്താവെ അങ്ങയുടെ ജനത്തെ അവിടുന്ന് അങ്ങ് ബലപ്പെടുത്തുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിന്റെ ശക്തി, അങ്ങയുടെ വചനത്തിന്റെ മഹത്വം, അങ്ങയുടെ വചനത്തിന്റെ ആഴം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തി തിരുനാമം മാത്രം മഹത്വം എടുക്കുവാൻ അങ്ങ് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അടിയനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയാണല്ലോ. സ്തോത്രം. യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ
29, 30, 31 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിച്ചു. സ്തോത്രം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഈ വായിച്ചു കേട്ട വാക്യം നമുക്ക് വളരെയേറെ സുപരിചിതമാണ്. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ മുറിവിടുകയും പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ബലപ്പെടുത്താനൊക്കെ നമ്മൾ സ്തോത്രം ആശ്രയിക്കുന്ന ഒരു വചനമാണല്ലോ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ക്ഷീണിച്ചിരിക്കുന്നവന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്താണ്? സ്തോത്രം. അവന് അതേ സ്തോത്ര ശക്തിയാണ്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയാണ് ആവശ്യം. ആമേൻ. ഹല്ലേലൂയ. ബലമില്ലാത്തവർക്ക് ബലമാണ് ആവശ്യം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അതിന് തൊട്ടുമുകളിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നത്, അത് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന കർത്താവ്, ഭൂമിയുടെ അറുതികളെ നിർമ്മിച്ച സർവശക്തനായിരിക്കുന്ന നിത്യനായിരിക്കുന്ന ദൈവം, മഹാദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ആ ദൈവത്തിന് ഹല്ലേലൂയ ഒരിക്കലും ദൈവം ക്ഷീണിക്കുന്നില്ല, ഒരിക്കലും ദൈവം പോകുന്നില്ല, ഒരിക്കലും ദൈവത്തിന്റെ ബലം കുറഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മാറ്റമോ